അങ്ങനെ നാലാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ജാൻ മണി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം, മണിക്കൂറുകൾ നീണ്ട മത്സരത്തിന് ശേഷമാണ് ജാൻ മണി ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ പറയാ, ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ നടന്ന ആ ഒരു വിശേഷങ്ങളും കലഹങ്ങളും ഒക്കെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ എന്താ സംഭവിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് ഈ ഹൗസിനുള്ളിൽ എന്താ പറയാ, ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് കളിക്കുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സേഫ് ഗെയിം കളിക്കുന്നവരെ ചൂണ്ടിക്കാട്ടാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഇങ്ങനൊരു ഗെയിം കിട്ടിയ സമയത്ത് നമ്മുടെ ഗബ്രി അത് നല്ലോണം മുതലെടുത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാലുണ്ടല്ലോ, ജാൻ മണി ഇവിടെ നിൽക്കുന്നത് ഫേക്ക് ആയിട്ടാണെന്നൊരു ആരോപണം നടത്തി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാൻമണി ഫേക്ക് എന്ന് പറഞ്ഞാൽ ജാൻമണി ഒരു മോശം വ്യക്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരി ഒരു റിയൽ പേഴ്സൺ ആണ്. ഇപ്പം എന്താ പറയാ, എല്ലാവരോടും സ്നേഹവും ഭയങ്കര സഹാനുഭൂതിയൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ജാൻമണി ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും, അതായത് മറ്റേ അവര് നേരത്തെ പവർ ടീമിൽ ഉണ്ടായിരുന്ന ടൈം തന്നെ ഈ പവർ ടീമിലുള്ള ആ ഒരു ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ പുറത്തു പോയി പറഞ്ഞതും അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാൻമണി ഇങ്ങനെ അവിടെ ഇവിടെയും ചാടി എന്താ പറയാ, എല്ലാവരെയും സോപ്പിട്ട് നടക്കുന്ന പോലത്തെ ഒരു നേച്ചർ ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ജാൻമണി ഫേക്ക് ആണെന്നായിരുന്നു ഈ പറഞ്ഞ ഗബ്രിയുടെ വാദം. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസ്കഷൻ, അതായത് ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ജാൻമണി ഒരുപാട് ഹേർട്ട് ചെയ്യാണ്. അവരിങ്ങനെ റൂമിൽ പോയി കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ പ്രമോ കണ്ടവർക്ക് മനസ്സിലാവുകയാണ്. എന്താ പറയാ, തലമുണയൊക്കെ എടുത്തെറിഞ്ഞ് എന്താ പറയുന്ന ഒരു എന്താ പറയാ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട പോലെയാണ് അവരെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവൻ എങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിച്ചു, ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ഗെയിമാണ് കളിക്കുന്നത്, എങ്ങനെ പറയാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജാൻമണി ഗബ്രിക്കെതിരെ ഒരു ആരോപണം നടത്തുന്നുണ്ട്. അവൻ എന്തുവാ കാണിക്കുന്നത്, ഞാൻ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഫേക്ക് ഗെയിം കളിക്കുവാണെന്നല്ലേ അവൻ പറഞ്ഞത്. അവനാണെങ്കിൽ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടല്ല 24 മണിക്കൂറും ആ ജാസ്മിനോടൊപ്പം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ. ഇതേ സമയം ഗബ്രിയും ജാസ്മിനും വേറൊരു മൂലെ പോയിരുന്നിട്ട് ഇതുപോലെ ജാൻമണിയെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗബ്രിയുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജാൻമണിയാണെങ്കിൽ ഒരുപാട് എന്താ പറയാ അനാവശ്യ സംസാരങ്ങള്, അതായത് മറ്റുള്ളവരെ സെക്ഷലൈസ് ചെയ്ത് ടോക്ക് ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ഒരു കമന്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജാൻമണി നടത്താറുണ്ട് എന്ന് ഗബ്രി പറയുന്നു. പക്ഷെ ഗബ്രി പറയുന്നത് കംപ്ലീറ്റ്ലി ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ജാൻമണി അങ്ങനെ ആരെയും ഫോക്കസ് ചെയ്ത് വൃത്തിയായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കൂടുതലും എനിക്ക് ജാസ്മിൻ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പം ജാൻമണിയും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു വർത്താനം പറയുന്നുണ്ട്. ഇതേ സമയം ജാൻമണി വേറൊരു ടീം തിരിഞ്ഞിരുന്ന മറ്റേ ഗബ്രീനെയും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ജാൻമണി ആണെങ്കിൽ ഗബ്രിയെ കുറ്റം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഈ പറഞ്ഞ ജാസ്മിന്റെയും ഗബ്രിയുടെയും സ്ട്രാറ്റജി ഫുൾ പൊളിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അതായത് ജാസ്മിൻ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4th സീസണിലെ ദിൽഷേനെയും അതുപോലെ 5th സീസണിലെ റെനീഷേനെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് ജാസ്മിൻ കളിക്കാൻ നോക്കിയത്. ഇപ്പൊ പക്ഷെ ആ ഒരു കളി അങ്ങ് നിയന്ത്രണം വിട്ടു പോയി എന്താ അതിന്റെ ആ ഒരു എക്സ്ട്രീം പോയിന്റിലെത്തി ആ ഒരു കളി പൊളിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ലൈവിൽ കാണാൻ പറ്റുന്നത്, അതായത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു, അതായത് ജാസ്മിനെ പോയിട്ട് കിസ് ചെയ്യുന്ന ഗബ്രിയെ കണ്ടു. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന അപ്സരയും അതുപോലെ തന്നെ ശ്രീതും ഒക്കെ അവരെ പുറകെ നടക്കുന്നതും അതിന് സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ലെവല്, ഒരു നെക്സ്റ്റ് ലെവൽ എത്തിയിരിക്കുകയാണ്. അതിപ്പം അവരുടെ ലൈഫാണ്, എനിക്കത് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരോട് ഇത് ഒരു ഷോ റിവ്യൂ എന്ന നിലയിൽ ഇപ്പൊ ഇതിന്റെ ഷോയിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നീട് വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല്, ജാസ്മിൻ ആണെങ്കിൽ ഒരുപാട് പോസസീവ് ആവുന്നുണ്ട് ഈ ഒരു ഇടയ്ക്ക്. അതായത് നമ്മുടെ ഗബ്രിയുടെ അടുത്ത്, അതായത് ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ഇതുപോലെ തന്നെ ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതുവും ഇതുപോലെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. പോസിറ്റീവ് വേ ഇൻ ദ സെൻസ് അവൾ നല്ലപോലെ ഡ്രസ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്പേസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ജാസ്മിൻ എത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, മാറ്റി നിർത്തി ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ശ്രീതുവിന്റെ കാര്യം മാത്രം അങ്ങനെ പറഞ്ഞേ, എന്നെ അങ്ങനെ പോസിറ്റീവായിട്ട് നിനക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ
ഒത്തിരിയേറെ പെണ്ണുങ്ങളെടുത്ത്, അതിപ്പം മറ്റേ റസ്മിൻ ബായിയുടെ അടുത്താണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ശ്രീധുവിന്റെ അടുത്താണെങ്കിലും മറ്റു പെൺകുട്ടികളോട് ഗബ്രി കൂടുതൽ അടുക്കുന്നത് ജാസ്മിൻ ഒരു പരിധി വരെ തടയുന്നുണ്ടോ എന്നൊരു സംശയം കാണാതില്ല. പക്ഷെ ഗബ്രിയുടെ ഗെയിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു 2-3 days ആയിട്ട് ഗബ്രിയുടെ ഗ്രാഫ് ചെറുതായിട്ട് വളരുന്ന പോലെ എനിക്ക് തോന്നിയില്ലേ. അതായത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് പോലെ തോന്നി. കഴിഞ്ഞൊരു വീക്കില് ഗബ്രി മൊത്തം ജാസ്മിൻ 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 എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ആ ഒരു ഇത് അതുണ്ട്. പക്ഷെ സ്റ്റിൽ എന്നാലും കുറച്ചുകൂടെ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അതായത് കുറെ കാര്യങ്ങൾ സംസാരിക്കും, പറയുന്നതൊക്കെ കുറച്ച് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞതിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയി. അപ്പൊ പിന്നീട് ഹൗസിൽ ഇതുപോലെ ഒരു ഡിസ്കഷൻ വീണ്ടും വിളിക്കുന്നുണ്ട്. അതായത് ഈ പവർ ടീം, ഇപ്പോഴത്തെ പവർ ടീം നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ റസ്മിൻ ബായി ആണല്ലോ. അവർ തമ്മിൽ ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം ഈ പറഞ്ഞ റസ്മിൻ ബായി ആണെങ്കിൽ ജിൻഡോയ്ക്ക് എതിരെയുണ്ട് ഒരു പണിഷ്മെന്റ് എഴുതി. അങ്ങനെ അത് ജിൻഡോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതിന് പകരം ഗബ്രിക്ക് ഒരു പണിഷ്മെന്റ് എഴുതി. ഇന്നലത്തെ കോലാഹലങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യാം. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കണമല്ലോ. കാര്യം ഇപ്പറഞ്ഞ റസ്മിൻ ബായും ജിൻഡോയും വീണ്ടും പവറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ വന്ന സമയത്ത് റസ്മിൻ ബായിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയും ജിൻഡോയെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തിയില്ലെങ്കിൽ ഗെയിം മോശം. ഈ പറഞ്ഞ പോലെ റസ്മിൻ ബായി ജിൻഡോയുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നെങ്കിലും എന്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ റസ്മിൻ ബായി ഈ ജാസ്മിനും ഗബ്രിക്കും ഫേവറിസം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങളിൽ. കാര്യം അവരൊക്കെ ഒരു ഫേവർ ചെയ്യും, അവരുടെ ഫ്രണ്ട് ആണല്ലോ. അപ്പൊ ആ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഫേവറിസം ചെയ്യുന്നത് പോലെ എനിക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസ്കഷൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇതുപോലെ ജിൻഡോ ഇന്നലെ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടും മാറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ തന്നെ പവർ ടീം അംഗമായ റസ്മിൻ ബായി ഇന്നലെ ഓപ്പൺ ആയിട്ട് വന്ന് പവർ ടീമിന്റെ ഒരു ഡിസ്കഷൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന്റെ പേരില് അവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ പവർ ടീം പറയുന്ന കാര്യങ്ങൾ പുറത്തെവിടെയും പറഞ്ഞൂടാ എന്നൊരു നിയമം ബുക്കിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തെറ്റാകുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ റസ്മിൻ ബായിക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ട, അതുപോലെ ഞാൻ പോയിട്ട് പുറത്തു പറഞ്ഞതും തെറ്റല്ല എന്ന് വാദിക്കുകയാണ് ജിൻഡോ. പിന്നെ രണ്ടാമത് ഉറങ്ങിയ കാര്യം പറഞ്ഞിട്ടും ഇതുപോലെ ജിൻഡോയ്ക്കെതിരെ ഒരു കംപ്ലൈന്റ് ഇന്നലെ ഹൗസിൽ ഉയർന്നിരുന്നു. അപ്പൊ ജിൻഡോ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഉറങ്ങിയാൽ ശിക്ഷ കൊടുക്കണം എന്ന് ഒരു നിയമം ഉണ്ടാക്കി വെച്ചത് ബിഗ് ബോസ് അല്ല, മറിച്ച് കഴിഞ്ഞ പവർ ടീം ആയിരുന്നു. അങ്ങനെ ഒരു നിയമം ജിൻഡോന്റെ പവർ ടീം പറയാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം അവിടെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പിന്നീട് അവസാനം വരുന്ന കാര്യത്തെക്കുറിച്ച് ജിൻഡോ പറയുന്നത് വെച്ചാല് താനൊരു പവർ ഹൗസ് അംഗമാണെന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് വരാം, മാത്രമല്ല എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുമ്പോ ഒക്കെ ലേറ്റ് ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡിസ്കഷൻസ് അങ്ങനെ നടന്ന സമയത്ത് ഇതിന് ഒരുപാട് എതിർത്തുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പലരും സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗബ്രി ആണല്ലോ ഇപ്പം എന്താ പറയാ ജിൻഡോയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. അപ്പൊ ഗബ്രി ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് തനിക്ക് ശിക്ഷ തരണം എന്നുള്ളത്. പക്ഷെ അത് ശിക്ഷ തരാതിരിക്കാനായിട്ട് ഒരു കാര്യമില്ല, അതെന്തായാലും തനിക്ക് ശിക്ഷ കിട്ടണം എന്നാണ് ഗബ്രി പറയുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ ജിൻഡോ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും ഇങ്ങനെ ജിൻഡോയെ ഇങ്ങനെ ക്രോസ് ചെയ്തു. നിങ്ങൾ അപ്പം മാറ്റി പറയുന്നു, ഇപ്പം മാറ്റി പറയുന്നു, ഇതെന്താ ഓരോ സമയത്ത് ഓരോ നിയമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജാസ്മിന്റെയും ഗബ്രിയുടെയും പല കള്ളത്തരങ്ങളും, അതായത് ഇവര് ക്യാമറ ഇല്ലാതെ എടുത്തു പോയിട്ട് ക്യാമറ ഇല്ലാത്തടത്തല്ല മൈക്ക് മാറ്റി വെച്ചിട്ട് പോയി സംസാരിക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതുപോലെ ജിൻഡോ റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഗബ്രിക്കും ജാസ്മിനും ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതിനെതിരെ ഓരോരോ കാര്യങ്ങൾ വെറുതെ ഗബ്രി എടുത്തിടുന്നതാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ ഒരു വലിയ വിഷയമാക്കേണ്ടയോ കാര്യമില്ല. അങ്ങനെ നടക്കുവാണ്. അപ്പൊ അതിനിടയ്ക്ക് ശ്രീരേഖ പറയുന്നുണ്ട്, അതായത് ഇതുപോലെ ജിൻഡോ ആണെങ്കിൽ അവരോട് പറഞ്ഞിരുന്നു, ഞാന് ടാസ്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ, ഈ വീട്ടിൽ ആരാ എനിക്ക് പണിഷ്മെന്റ് തരുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ, അങ്ങനെ ഒരു കാര്യം വന്നു. പക്ഷെ ജിൻഡോ ആണെങ്കിൽ പബ്ലിക് ആയിട്ട് അത് ഏൽക്കുന്നുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഞാൻ ആ സീൻ കണ്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇപ്പൊ പവർ ടീം അംഗങ്ങളാണല്ലോ ഏറ്റവും പവറിലുള്ള ആള്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഒരാൾക്കും ജിൻഡോയ്ക്കെതിരെ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള പവർ ആ ഹൗസിൽ വേറെ ആർക്കും ഇല്ല, ബിഗ് ബോസിനല്ലാതെ. അപ്പൊ ജിൻഡോ ആ പറഞ്ഞത് തെറ്റില്ല. പക്ഷെ എനിക്ക് ജിൻഡോയെ കുറിച്ച് ഒരു ചെറിയ നെഗറ്റീവ് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, ജിൻഡോ പല കാര്യങ്ങളും, അതായത് താൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കില്ല. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നാല് ആ കൊന്ന ആളെ ഞാൻ കൊന്നത് എന്ന് ഈ പറഞ്ഞ ജിൻഡോ സമ്മതിക്കുന്നില്ല. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇന്നലെ വന്ന ആരോപണം അങ്ങനെ തന്നെയായിരുന്നു, അദ്ദേഹം ഉറങ്ങിയ ഒരു കാര്യം. അപ്പൊ ആ ഒരു വിഷയം സംസാരമായിട്ട് വന്ന സമയത്ത് അത് ഏറ്റെടുക്കാതെ മറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ട് റസ്മിൻ ബായുടെ തലയിലോട്ടും അതുപോലെ ഗബ്രിയുടെ തലയിലോട്ടും പ്രശ്നം എടുത്തിട്ട് അവരെ ശിക്ഷിക്കാനാണ് ഈ പറഞ്ഞ ജിൻഡോ ശ്രമിച്ചത്. അപ്പൊ ജിൻഡോ ഇതുപോലെ എന്തെങ്കിലും ആരോപണങ്ങൾ തനിക്ക് നേരെ വരുന്ന സമയത്ത് അത് വളച്ചൊടിക്കാനും അതുപോലെ തന്നെ അതില്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നത് പോലെ ചെറുതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഇതുപോലെ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരത്തിന് വേണ്ടിയുള്ള മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തൊരു പേര് ഈ പറഞ്ഞ നൂറയുടെയും അതുപോലെ തന്നെ ശ്രീതുവിന്റെയും പിന്നെ ജാൻമോണിയുടെ ആയിരുന്നു. അപ്പൊ ഇവര് മൂന്നുപേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. ആ ഒരു സമയത്തിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയെ പോയിട്ട് നോമിനേറ്റ് ചെയ്തു. അതായത് നോമിനേറ്റ് ചെയ്യുന്ന വെച്ചാല് പേര് കൊടുത്തു, അതായത് ഗബ്രി മത്സരിക്കട്ടെ ക്യാപ്റ്റൻ ചെയ്യുക. അതുപോലെ ജാസ്മിൻ ആണെങ്കിലോ ഗബ്രിയുടെയും കൊടുത്തു, ഗബ്രിയാണ് ജാസ്മിനെയും കൊടുത്തു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഗെയിമേഴ്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഇതിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗെയിം തന്നെ ആയിരുന്നു. അപ്പൊ സ്കീയിങ് ആയിരുന്നു അവരുടെ ആ ഒരു ഗെയിം വന്നിട്ട്. അപ്പൊ നല്ലപോലെ തന്നെ മത്സരിക്കുകയാണ്. അപ്പൊ സ്കീയിങ് ബോർഡില് ഏത് പൊസിഷനാണ് അവരെ ചൂസ് ചെയ്യുന്നത് ഉള്ളത് അവരുടെ ഗെയിമിൽ ഒരു നിർണായക കാര്യമാണെന്ന് ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ് ചെയ്തായിരുന്നു. പക്ഷെ ബുദ്ധിമതിയായ ജാൻമണി എന്ത് ചെയ്തു, നടുക്ക് പോയി ചൂസ് ചെയ്തു. അതൊരു ഇന്റലിജന്റ് മൂവ് തന്നെയായിരുന്നു. കാര്യം ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഗെയിം കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കും, ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഈ ബാക്കിൽ നിൽക്കുന്ന രണ്ടുപേരെയും കൂടെ വലിച്ചുകൊണ്ട് വേണം ഫ്രണ്ടിലോട്ട് പോവാൻ. അപ്പൊ അതേസമയം ബാക്കിൽ നിൽക്കുന്ന ആളോ വീഴാനാണെങ്കിൽ പെട്ടെന്നുള്ള സാധ്യത ഉണ്ടാവും. ജാൻമണി ആണെങ്കിൽ സൂത്രശാലി ആയതുകൊണ്ട് തന്നെ നടുക്കത്തെ ആ ഒരു പ്ലേസ് ആണ് അവരെ ചൂസ് ചെയ്തത്. കാര്യം ഒരൊറ്റ കീബോർഡ് മാത്രമേ ഉള്ളൂ, അവര് മൂന്നുപേരും അതിനുള്ളിലായിരിക്കണം നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് പോയി അവസാനം ആദ്യം തന്നെ, അതായത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ശ്രീതു വീഴുന്നുണ്ട്. പിന്നീട് ഒരു വലിയ മത്സരം തന്നെയായിരുന്നു. ഏകദേശം ഒരു കണക്ക് പറഞ്ഞ 1 മണിക്കൂറോളം ഇവര് രണ്ടുപേരും ഒന്നല്ല ഒന്നി ആണെങ്കിലേ ഉള്ളൂ. കാര്യം അത്രയും ഒരുപാട് സമയം, കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ കാല് രണ്ടും ആ ഒരു ബോർഡിൽ ടൈ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇവർക്ക് നടക്കാൻ പറ്റത്തില്ല, തീരെ നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ജാൻമണിയെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നോറയാ. അപ്പൊ നോറ ഒരുപാട് കഷ്ടപ്പെട്ടു. ജാൻമണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോറനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ജാൻമണി നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ നോറയാണെങ്കിൽ കാലെടുത്ത് ഫ്രണ്ടിൽ വെച്ചാ ഈ ജാൻമണി അനങ്ങാത്ത കാലാട് തന്നെ വെച്ചേക്കും. കഷ്ടപ്പെട്ട് നോറ ഫ്രണ്ടിലോട്ട് പോവാൻ ശ്രമിക്കും, പക്ഷെ പോവാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാൻമണി ആ നിൽക്കുന്ന നിപ്പ് അവിടെ തന്നെ നിൽക്കുവാണ്. അങ്ങനെ കുറെ അവർ കഷ്ടപ്പെട്ടു. കാര്യം ഈ ജാൻമണിയെയും കൂടിയിട്ട് വലിക്കാനാണ് നോറ ശ്രമിക്കുന്നത്. നോറ നന്നായിട്ട് തന്നെ കളിച്ചു. ഈ ഒരു ഗെയിം കണ്ടപ്പം എനിക്ക് നോറ ജയിക്കണമെന്നാണ് പേഴ്സണലി തോന്നിയത്. കാരണം എന്താന്ന് വെച്ചാൽ കാര്യം അവർ നല്ലതായിട്ട് കളിച്ചു. ജാൻമണിയെക്കാട്ടിലും ഒരുപാട് എഫേർട്ട് ഇട്ട് കളിച്ചത് നോറയായിട്ട് എനിക്ക് തോന്നി. കാര്യം അവരുടെ നമ്മൾ ആ ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വെയിങ് അതുപോലെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കഷ്ടപ്പെട്ടത് നോറ തന്നെയാണ്. ആ പുള്ളിക്കാരിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവസാനം ആ ഒരു ഗെയിം ജയിച്ച് ഇതുപോലെ ജാൻമണി അടുത്ത ആഴ്ചയിലെ 4ാമത്തെ ആഴ്ചയിലെ ആ ഒരു ക്യാപ്റ്റൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ പല പല കാര്യങ്ങളും നടക്കും. കാര്യം ജാൻമണി ആണെങ്കിൽ എന്തെങ്കിലും കണ്ടാല് മിണ്ടാതിരിക്കുന്ന ടൈപ്പ് അല്ല, അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും, ചില സമയങ്ങളിൽ ഓവർ റിയാക്ടും ചെയ്യും. ഇനി ജിൻഡോയും ജാൻമണിയും തമ്മിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം പവർ ടീമിലുള്ള ജിൻഡോയും ഇപ്പുറത്ത് നിൽക്കുന്ന ജാൻമണി ആയിരിക്കും. ഇവർ തമ്മിൽ സൗഹൃദമായിരിക്കുമോ, ഇനി അടുത്ത ആഴ്ച വലിയ വലിയ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ നടക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിശേഷങ്ങളും ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.